ഈ സ്റ്റോൺ കണ്ടോ? നോക്കിയേ, നല്ല ഭംഗിയില്ലേ? ആ ഒരു ബ്രൗണും ആംബറും ഗോൾഡൻ കളറും ഒക്കെ ആയിട്ടിങ്ങനെ സ്ട്രൈപ്പ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോൺ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ പേരും ടൈഗർ ഐ എന്നാണ്. അത് നോക്ക്, ഒരു ഒരു ടൈഗറിൻ്റെ കണ്ണ് പോലെ ഇരിക്കില്ലേ? അപ്പോൾ ഇത് ഭയങ്കര വിശേഷപ്പെട്ട സ്റ്റോണാണ് കേട്ടോ. പണ്ട് കാലത്ത് നമ്മുടെ യുദ്ധമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് രാജാക്കന്മാരും സൈന്യാധിപന്മാരും ഒക്കെ യുദ്ധത്തിന് പോകുന്നവർ അവരവരുടെ പടച്ചട്ടയിലും വാളിലും ഒക്കെ പതിപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നൊരു കല്ലാണിത്, ടൈഗേഴ്സ് ഐ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ യുദ്ധത്തിൽ പോകുമ്പോഴത്തേന് ആ ഒരു ധൈര്യം, ആ ഒരു ഫോക്കസ്, ക്ലാരിറ്റി, ഡിറ്റർമിനേഷൻ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്റ്റോണാണ് ടൈഗേഴ്സ് ഐ. ഓക്കെ, നമുക്കിപ്പോൾ യുദ്ധത്തിനൊന്നും പോകണ്ട, പക്ഷേ ഇതേ ബെനിഫിറ്റ്സും നമുക്കും കിട്ടും. അതായത് ഇതിനെ പറയുന്നത് സ്റ്റോൺ ഓഫ് കറേജ് എന്നാണ് കേട്ടോ. ഒരുപാട് ധൈര്യം കിട്ടും. ഒരു മിനിറ്റ്, എന്തോ മോനെ, എന്താടാ? പിള്ളേരിടയ്ക്ക് വന്നത്. ഓക്കെ, സോറി, ഞാൻ എന്തായാലും വീഡിയോ കട്ടാകുന്നില്ല, കണ്ടിന്യൂ ചെയ്യുക. അത് നാച്ചുറലായിട്ട് തന്നെ ഇരിക്കട്ടെ. ശരി, അപ്പം നമ്മൾ പറഞ്ഞത് ടൈഗേഴ്സ് ഐ സ്റ്റോൺ ഓഫ് കറേജ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പം നമ്മുടെ പേടി മാറും, നമ്മുടെ വിൽ പവർ കൂടും, നമുക്ക് ആ ഫിയറും ആങ്സൈറ്റിയും മാറി നമുക്ക് കറേജ് കൂടി വിൽ പവർ കൂടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുന്നത്, ഓക്കെ, ആകാശം ഇടിഞ്ഞു വീഴുന്നെങ്കിൽ വീഴോട്ടെ, നമുക്ക് ഫേസ് ചെയ്യാം. നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേർക്ക് കണ്ട് നേരിടാനുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് വരും. അപ്പോൾ അതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള സ്റ്റോണാണ് ടൈഗേഴ്സ് ഐ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് സ്റ്റോണ്. അപ്പോൾ ഇതിന് ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ മാലയുണ്ട് ടൈഗേഴ്സ് ഐൻ്റെ. നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് മീറ്റിങ്സോ അല്ലെങ്കിൽ നിങ്ങളൊരു മാനേജറിയൽ പൊസിഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഒരുപാട് വരും. അപ്പോൾ നമുക്ക് ഷർട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ അകത്തിട്ടാൽ മതി, അല്ലെങ്കിൽ പോക്കറ്റിൽ ടൈഗർ ഐയുടെ ടംബിൾ സ്റ്റോൺ ഉണ്ട്, കണ്ടോ? ഞാൻ ആദ്യം കാണിച്ചത് പാം സ്റ്റോണാണ്. ഇതിനെ പാം സ്റ്റോൺ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മെഡിറ്റേഷൻ സമയത്ത് കയ്യിൽ വെച്ചിട്ട് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ലോവർ ചക്രാസ്, റൂട്ട് ചക്ര, ചേക്രൽ ചക്ര, ഇതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോണാണ് കേട്ടോ ടൈഗർ ഐ. അപ്പം അതിനെ ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ വേറെ എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറേജ് തരും, ഇൻക്രീസസ് വിൽ പവർ, അപ്പം ഡിറ്റർമിനേഷൻ കൂട്ടും. ഇത്രയൊക്കെ എല്ലാം ആകുമ്പോൾ തന്നെ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ സ്ട്രെസ്സ് കുറയും. സോ സ്ട്രെസ് റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞു മക്കൾക്കില്ലേ, കുഞ്ഞു മക്കൾക്ക് ഈ സ്റ്റോണൊക്കെ ബാഗിലിട്ട് സ്കൂളിൽ വിടാം. ബ്രേസ്ലെറ്റ് ആയാലും മതി. ബ്രേസ്ലെറ്റ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന പിള്ളേരാണെങ്കിൽ ഇട്ടുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ബാഗിലിട്ടാൽ മതി. ബ്രേസ്ലെറ്റാണ് കൺവീനിയൻറ്റ്. അപ്പം ഇതിനൊരു സൈക്കിക് പ്രൊട്ടക്ഷൻ പ്രോപ്പർട്ടിയും കൂടിയുണ്ട് കേട്ടോ. ഈ കണ്ണേർ, കമ്പയർ, ഈവിലൈ എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും അഡീഷണലായിട്ട്. സോ മക്കൾക്ക് എസ്പെഷ്യലി സ്കൂൾ ഗോയിങ് പിള്ളേർക്ക് ബാഗിലിട്ടുകൊണ്ട് പോകാൻ പറ്റിയൊരു സ്റ്റോണാണ്. സ്കൂളിൽ ചിലപ്പോൾ അലൗഡ് ആയിരിക്കത്തില്ല ഈ ജുവൽസ് ഒന്നും, പക്ഷേ ബാഗിൽ കീപ്പ് ചെയ്താൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ആസ് ഓൾവേസ് ചാർജിങ് ആൻഡ് ക്ലെൻസിങ്, ജെനുവിനായിട്ടുള്ള ക്രിസ്റ്റൽസ് തന്നെ വാങ്ങിക്കുക. ചാർജ്ഡ് ആയിട്ടുള്ള, നിങ്ങൾ റേക്കി ഹീലറോ ക്രിസ്റ്റൽ ഹീലറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എനർജി ഹീലറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ നിന്ന് ക്രിസ്റ്റൽ വാങ്ങിച്ചാലും ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ചാർജ് ചെയ്യുക. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്മഡ്ജിങ്, പുക കൊള്ളിക്കുന്ന ഉപയോഗിക്കും. പിന്നെ ആസ് ഓൾവേസ് ചാർജിങ്ങിന് നമുക്ക് ഫുൾ മൂൺ ലൈറ്റിൽ വെക്കാം. പിന്നെ ഇതിൻ്റെ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജും കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോണ് നമ്മുടെ മെർക്കുറിയും സണ്ണും ആസ് പെർ ആസ്ട്രോളജി അതിനെ സപ്പോർട്ട് ചെയ്യും ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇളം വെയിൽ
കുറച്ച് നേരം കൊള്ളുന്നത് നല്ലതാണ് കേട്ടോ. സൺലൈറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പവർ ഒക്കെ കൂടി വരും. പിന്നെ ചില സോഡിയാക് സയൻസിന് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സോഡിയാക് സയൻസ് ഏതൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലിയോ, ടോറസ്, ജെമിനി, ഇവർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. കാരണം അവരുടെ ഉള്ളൊരു ബേസിക് ട്രേറ്റ്സിനെ ഈ ടൈഗർ ഐ സ്റ്റോണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ. പിന്നെ വാട്ടർ സേഫാണ്. പൈറൈറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ വെള്ളത്തെ ഒന്നും പേടിക്കേണ്ട. നമുക്ക് വെള്ളത്തിൽ നല്ലോണം കഴുകാം. വാട്ടർ സേഫ് ക്രിസ്റ്റലാണ്. ഓക്കെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ടൈഗർ ഐയെ പറ്റി പറയാൻ. ബ്രേസ്ലെറ്റ് ഒന്നുകൂടി കണ്ടോ. ഓക്കെ, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.